ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച മുരിക്കുകുണ്ട് വാട്ടർ ടാങ്ക് സുവോളജിക്കൽ പാർക്ക് റോഡ് മാർച്ച് 21 വൈകിട്ട് 5 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ ഐശ്വര്യ ലിൻഡോ സ്വാഗതം പറഞ്ഞു. ഗ്രാമപ്രദേശത്തെ ചിരകാല അഭിലാഷമായിരുന്നു റോഡ് നിർമ്മാണം. സ്വയം ഭൂമി വിട്ടുകൊടുത്ത് ഗ്രാമീണർ സമൂഹത്തിന് മാതൃകയായി എന്നത് അഭിമാനകരമായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രഞ്ജിത്ത്, PS ബാബു, മെമ്പർ മിനി വിനോദ്, രാഷ്ട്രീയ നേതാക്കളായ രാകേഷ് KR, ഷൈനി ജോയ് ആനിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ഈ ഒരു റോഡ് കാരണം നമ്മൾ ഇലക്ഷൻ വന്നപ്പോഴായാലും നമ്മുടെ നാട്ടുകാർ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് നമ്മുടെ ഈ വാട്ടർ ടാങ്ക് റോഡ് പൂർത്തീകരിക്കണം ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നിർവഹിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ പറയട്ടെ, ഈ ഒരു റോഡ് സാക്ഷാത്കരിക്കാനായിട്ട് നമുക്ക് സഹായിച്ചത് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരാണ്. അവരുടെ സ്ഥലങ്ങൾ വിട്ടു നൽകി അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടുകാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രയത്നഫലമായിട്ടാണ് നമുക്ക് ഈ റോഡ് ബ്ലോക്കിൻ്റെ സ്കീമിൽ ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാൻ സാധിച്ചത്. ഈ ഒരു റോഡിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ചേട്ടനാണ്. ഈ ചടങ്ങിൻ്റെ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇതിൻ്റെ അധ്യക്ഷ നമ്മുടെ എല്ലാവരും പ്രിയങ്കരിയായ നടത്തറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ശ്രീവിദ്യ രാജേഷാണ്. ശ്രീവിദ്യേച്ചിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വിവിധ രാഷ്ട്രീയ ഷൈനി ചേച്ചി, അങ്ങനെ നിങ്ങളെല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു റോഡ് കൂടിയായിരുന്നു ഈ റോഡ്. അപ്പോൾ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഇതിൻ്റെ ആദ്യഘട്ട പൂർത്തീകരണത്തിന് വേണ്ടി നമുക്ക് പണം അനുവദിക്കുകയും അതിൻ്റെ ഒരു പൂർത്തീകരണം ഇന്ന് സാധ്യമാവുകയും ചെയ്തു. കൂടുതൽ അടുത്ത വാർഷിക പദ്ധതികളിൽ പെടുത്തി കൂടുതൽ ആ റോഡിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറെ സന്തോഷത്തോടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, എല്ലാ റോഡുകളും നമുക്ക് പണം വയ്ക്കും, പക്ഷേ നാട്ടുകാർ അതിൻ്റെ നിർവഹണ സമയത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പറയും. പക്ഷേ ഈ റോഡ് ഫോം ചെയ്യാനായിട്ട് ഇവിടുത്തെ നാട്ടുകാർ വളരെ നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഇറങ്ങി വന്ന് അതിനു വേണ്ടി പ്രവർത്തിക്കാനും ഭൂമി വിട്ടു നൽകാനായാലും ഒരു മണ്ണ് റോഡ് ഫോം ചെയ്യാനായിട്ട് എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ പദ്ധതി പണം ഉപയോഗിക്കുമ്പോൾ അത് ജനകീയമായി കൂടി ആ പദ്ധതികളെ ഏറ്റെടുക്കുമ്പോഴാണ് ഓരോ പദ്ധതിയും വിജയകരമായി പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ജനപ്രതിനിധികൾക്ക് സാധിക്കുക. അതിനോടുകൂടി സഹകരിച്ച പ്രദേശവാസികളെ എല്ലാവരെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഈ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KR രവിയേട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇങ്ങനെ ഒരു റോഡിൻ്റെ ആവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നതിനേക്കാൾ മുമ്പ് മത്തച്ഛനും ഔസേപ്പൊക്കെ നിരന്തരം പറഞ്ഞിരുന്നു, നിങ്ങളൊക്കെ പാർട്ടി പ്രവർത്തകരായി നടക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം നാടിന്? ഞങ്ങൾ ഈ ദുരിതപൂർണമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. മഴക്കാലമായാൽ ഒരു ഓട്ടോറിക്ഷ പോലും അങ്ങോട്ട് കയറിപ്പോകില്ല. ഗ്യാസ് തീർന്ന് ഇന്നിപ്പോൾ പാചകവാതകം, കാട്ടിലാണ് അധിവസിക്കുന്നതെങ്കിൽ കൂടിയും പാചകവാതകമായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇന്ധനം പാചകവാതക, അത് താഴെ കൊണ്ടുവന്ന് നിർത്തി ഇവിടെ നിന്നൊരു കുറ്റി എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ അവസ്ഥയാണ്. അതോടെ ഇനിയിപ്പോൾ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടക്കുക. ആദ്യഘട്ടത്തിൻ്റെ പണി റോഡ് അനുവദിച്ചു തരാമെന്നോ അതിൻ്റെ പണി നടത്തി തരാമെന്നോ നടത്തി കൊടുക്കാൻ കഴിയുമെന്ന് 100 അല്ല 101% ബോധ്യമുണ്ടായപ്പോഴും ഞാൻ പറഞ്ഞത് ശ്രമിച്ചു നോക്കാം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാം, കഴിയുമെന്ന് ആരോടും ഉറപ്പ് നൽകിയില്ല. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറഞ്ഞാൽ വെള്ളം, വെളിച്ചം, വഴി, ജീവവായു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഇത് മൂന്നും നിർവഹിച്ചു കൊടുക്കുക എന്നത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തം. ആ അർത്ഥത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 40 വർഷത്തോളം ആയിട്ടുണ്ടാവും മത്തച്ഛനേട്ടൻ ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട്. അതിനേക്കാൾ ഒരു 10 പതിറ്റാണ്ട് മുൻപെങ്കിലും കുഞ്ഞേട്ടൻ ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട്. ഉപയോഗിക്കാൻ കഴിയാവുന്ന തരത്തിൽ വർഷക്കാലത്ത് വന്ന ഇവിടെ ഒരു സ്ട്രക്ചർ വിവിധ ആളുകൾ
പരിഗണിക്കേണ്ടതാണെന്നും ഇവിടെ നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു അല്പം അർപ്പണം. കാരണം ജനാധിപത്യ ഭരണഘടന അനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം മനഃപൂർവ്വം അത് നിഷേധിക്കുകയും അത് പിടിച്ചു വെക്കുകയും ചെയ്യുന്നതിൻ്റെ ആ ഗുണഭോക്താവിന് കൊടുക്കണം വീട് വെക്കാൻ. ഈ 72,000 രൂപ അവർ തരണമെങ്കിൽ 48,000 രൂപ ആദ്യം ഒന്നുകൊണ്ട് ചെയ്തു കൊടുക്കാനേ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് റോഡ് പിന്നെ പണി ആരംഭിച്ചതോടുകൂടി വലിയ വിവാദമായി മാറി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞത് 13 ലക്ഷമല്ലേ ഇതിനു വേണ്ടി അനുവദിച്ചത്? ഞങ്ങൾ പലരും അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നവരാണ്. ഇതിനേക്കാൾ വലിയ സംഖ്യ കിട്ടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്നിട്ടും അത് 13 ലക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് ചുരുക്കിയത് ചില ആളുകളുടെ പിടിപ്പുകേടിൻ്റെ ഭാഗമായിട്ടാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ എല്ലാം ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നു. പിന്നീട് അതിനേക്കാൾ വലിയ വിമർശനങ്ങളും ഉയർന്നു വന്നു. ഇപ്പോഴും സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാലും പൂർണ്ണമായ സന്തോഷമല്ല. കാരണം ഇത് സ്വീകരിക്കാൻ കഴിയും. ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഒരു ഘട്ടം പൂർത്തീകരിച്ചതിന് അതിന് സഹകരിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞതിന് പ്രത്യേകിച്ച് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചതിന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയെയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തുകളെ പോലെ മറ്റൊരു വരുമാന മാർഗ്ഗമില്ല. ഞങ്ങൾക്ക് തരുന്ന സംഖ്യ മാത്രമാണ് അലൊക്കേഷൻ എത്രയാണോ അതിൽ നിന്ന് വിട്ടിട്ട് വേറെ നികുതി വരുമാനം മറ്റു കാര്യങ്ങളൊന്നുമില്ല. തനത് വരുമാനമില്ലാണ്. അവിടെ നിന്ന് ഒലിച്ചാൽ വെള്ളം വന്നത് മുഴുവൻ ചെളി ഇങ്ങോട്ടാണ് ഈ റോഡിലേക്ക്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇത്രയും നല്ല റോഡ് നമ്മുടെ മത്തഞ്ചേട്ടന് ഹൗസൊക്കെ ഇതിലേക്ക് വന്നാൽ കയറാൻ വരെ പറ്റില്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുരിക്കും കൊണ്ട്